വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയ കൃപയാൽ ഒരു ദിവസം കൂടി ദൈവം നമുക്ക് ദാനമായി തന്നു. ഓരോ ദിവസവും നമുക്ക് നൽകും തോറും നമുക്ക് കർത്താവിൽ എത്രമാത്രം വളർച്ച പ്രാപിക്കാൻ കഴിയുന്നു എന്നുള്ളത് നമ്മളൊരു സ്വയപരിശോധന ചെയ്യേണ്ടത് എല്ലാ ആത്മീയരുടെയും കടപ്പാടാണ്. നമ്മൾ വീണ്ടും വണ്ണം വളരുന്നുണ്ടോ? കർത്താവിൻ്റെ ഹിതപ്രകാരം മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇതെല്ലാം നമ്മൾ അറിയണം. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഞാൻ വീണ്ടും അത് ഓർപ്പിക്കാൻ കാരണം നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു നിലയിൽ വീണ്ടും ഓർപ്പിക്കേണ്ടി വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരു പ്രാകൃതനാകാൻ പാടില്ല, ജഡീകനാകാൻ പാടില്ല, ആത്മീയനായിരിക്കണം. ദൈവത്തിൻ്റെ ആത്മാവുള്ളവൻ ആത്മീയനായിരിക്കണം. ആത്മീയൻ്റെ അടയാളങ്ങൾ, ആത്മീയനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ഒരു ആത്മീയൻ എന്ന് പറഞ്ഞാൽ അവൻ എങ്ങനെയുള്ളവനാകുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ ഇപ്പോൾ രണ്ട് കാര്യമാണ് കണ്ടത്. അത് കണ്ട കാര്യങ്ങൾ, ഒന്ന്, ഒരു ആത്മീയൻ ദൈവവചനത്തെ പറയുമ്പോൾ അവനത് തിരിച്ചറിയാൻ കഴിയും. ദൈവവചനത്തെ തിരിച്ചറിയാൻ ഇന്ന് അനേകർക്കും ദൈവവചനം കേൾക്കുമ്പോൾ അതെന്തത് മനസ്സിലാകുന്നില്ല. അതിനുള്ള ആ ആത്മീയ പക്വത അവരിലില്ല. അവരെ യഥാർത്ഥത്തിൽ ആത്മീയൻ എന്ന് പറയാൻ പറ്റിയില്ല. കാരണം നമ്മൾ കണ്ടതാണല്ലോ ജഡീകൻ്റെ സ്വഭാവം. കൊരിന്ത് സഭ അവർ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരുന്നവരാണ്. അവരൊരു ആത്മീയ കൃപാവരങ്ങളിലും കുറവില്ലാത്തവരായിരുന്നു. എങ്കിലും അവർ ആത്മീയരായിരുന്നില്ല, അവർ ജഡീകരായിരുന്നു എന്നാണ് നമ്മൾ 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത്. നമ്മൾ നേരത്തെ ചിന്തിച്ചതായതുകൊണ്ട് വീണ്ടും അങ്ങോട്ട് തിരിച്ചു പോകുന്നില്ല. അപ്പോൾ അവർക്ക് കട്ടിയായിട്ടുള്ള ആഹാരമൊന്നും കൊടുക്കാൻ പൗലോസിനായി കഴിഞ്ഞില്ല. പാല കുടിപ്പിച്ചെന്ന് പറഞ്ഞു. വളരെ ആ പ്രാഥമിക പാഠങ്ങളിൽ മാത്രം അവരെ ഒതുക്കി നിർത്തേണ്ടി വന്നു. ആഴമായ കാര്യങ്ങളൊന്നും അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ ആത്മീയ സത്യങ്ങളിൽ നമ്മൾ വളരണം. വചനം നമുക്ക് മനസ്സിലാക്കുന്നുണ്ടോ? ഇന്ന് നമ്മൾ വചനം വായിക്കുകയും വചനം കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് വേണ്ടുമ്പോൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ? അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ആക്കി തീർക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? അപ്പം ഒരു ആത്മീയം എന്ന് പറഞ്ഞാൽ വചനം വായിച്ച് മനസ്സിലാക്കാനും ആ വചനത്തെ കൂടുതൽ ആഗ്രഹിക്കുന്നവനും ആ വചനത്തിന് വളരെ വില കൽപ്പിക്കുന്നതിനൊക്കെ ആയിരിക്കുമെന്ന് നമ്മൾ കാണുകയുണ്ടായി. വചനം ധ്യാനിക്കുന്നവനായിരിക്കും. രാവും പകലും അവൻ്റെ ധ്യാന വിഷയം ദൈവവചനമായിരിക്കും. ഇതൊക്കെ ഒരു ആത്മീയൻ്റെ ഗുണമായിട്ട് നമ്മൾ ഒന്നാമത്തെ പോയിന്റിൽ കാണുകയുണ്ടായി. രണ്ടാമത് നമ്മൾ കണ്ടത്, ഒരു ആത്മീയന് ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവനായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്കും ക്രിസ്തുവിൻ്റെ മനസ്സാണോ ഉള്ളത്? മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ആ ഒരു കരുതൽ അത് നമുക്കിന്നുണ്ടോ? മറ്റുള്ളവരും കർത്താവിനെ അറിയണം, കർത്താവിൽ വളരണം, ക്രിസ്ത്യാനിരൂപരായി തീരണം. ഇങ്ങനെയൊരു കാഴ്ചപ്പാട് നമുക്ക് വേണം. നമ്മുടെ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവരുടെ ഗുണം കൂടെ നോക്കണം എന്നാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചത്. ഇന്ന് ഞാൻ അതിൻ്റെ ഒരു മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അതിൻ്റെ ആധാരമായിട്ട് ഒന്നാമത് വായിക്കുന്നത് ഗലാത്യ ലേഖനം 6-ാം അധ്യായം 1-ാം വാക്യമാണ്. അവിടെ വായിക്കുന്നത്, സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവരെ സൗമ്യയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ, നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. അപ്പം ആത്മീയൻ്റെ മറ്റൊരു ഗുണവിശേഷമാണ് ഇവിടെ കാണുന്നത്. ഒരു സഹോദരൻ ഏതെങ്കിലും തെറ്റിൽ വിട്ടുപോയാൽ ആ തെറ്റിൽ വീണുപോയ വ്യക്തിയെ അതിൽ നിന്നും കരകയറ്റി യഥാസ്ഥാനപ്പെടുത്തി വീണ്ടും അവനെ ആ ആത്മീയ നിലവാരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. എന്നാൽ ഇവിടെ ഒരു മുന്നറിയിപ്പുണ്ട്. അവ മുന്നറിയിപ്പ്, നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിപ്പിനെന്ന്. എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവരെ യഥാസ്ഥാനപ്പെടുത്തുമ്പോൾ യഥാസ്ഥാനപ്പെടുത്തുവാനായിട്ട് ചെല്ലുന്ന വ്യക്തി ശരിക്കും നല്ലൊരു ആത്മീയനല്ലെങ്കിൽ അവർ ചിലപ്പോൾ പരീക്ഷയിൽ അകപ്പെട്ട് അവരുടെ വിശ്വാസ ജീവിതത്തിനും മങ്ങലേൽക്കാം, വീഴ്ച സംഭവിക്കാമെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്നത്. അതൊരു ശരിയായ കാര്യം തന്നെയാണ്. ഈ ദൈവസഭയ്ക്ക് എപ്പോഴും ഏറ്റവും കൂടുതൽ ഹാനി വരുത്തുന്നത് മറ്റുള്ള
ഹിന്ദുക്കളോ അല്ലെങ്കിൽ മുസ്ലിങ്ങളോ മറ്റുള്ള അന്യമതസ്ഥരൊന്നുമല്ല, അല്ല ക്രിസ്തീയ മതക്കാരല്ല. ഏറ്റവും കൂടുതൽ നാശം വരുത്തുന്നത് ഇങ്ങനെയുള്ള വീണുപോയവർ അല്ലെങ്കിൽ പിന്മാറ്റക്കാർ എന്ന് വേണമെങ്കിൽ നമുക്കവരെ വിളിക്കാം. പിന്മാറിപ്പോയവർ, വീണുപോയവർ. അപ്പോൾ അവരുമായിട്ടുള്ള ആ കൂട്ടായ്മ, ഈ കൂട്ടായ്മ കൂടുന്നവർക്കും വീഴ്ചയ്ക്ക് കാരണമാവും. ഇത് വളരെ ഗൗരവമായി നമ്മൾ സഭയിൽ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് അനേക സഭകളിലും വിട്ടുപോയ അല്ലെങ്കിൽ പിന്മാറിപ്പോയ ചിലരുമായിട്ടുള്ള സംസർഗത്തിൽ ചിലർ അകപ്പെടുകയും അവരും പിന്മാറിപ്പോകാനായിട്ട് ഇടയാവുകയും ചെയ്യുന്നത് പൊതുവെ നമുക്ക് പലയിടത്തും കാണാൻ പറ്റും. ഈ കാര്യങ്ങളൊക്കെ സഭാജീവിതത്തിലായിരിക്കുന്നവരുടെയൊക്കെ പൊതുവെ അവർക്ക് ഇതിൽ വളരെ നല്ല അനുഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കൂട്ടായ്മയിൽ എപ്പോഴും പറഞ്ഞുണർത്തേണ്ട ഒരു കാര്യമാണ് നമ്മൾ പിന്മാറ്റക്കാരുമായിട്ടുള്ള സഹവാസത്തിൽ സൂക്ഷിക്കണം. അങ്ങനെ സൂക്ഷിച്ചില്ലെങ്കിൽ അവരും പിന്മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് നടന്നൊരു സംഭവം ഞാനിങ്ങനെ കേൾക്കുകയുണ്ടായി. അവിടെ ഒരു വിശ്വാസി കുറച്ച് ദിവസങ്ങളായിട്ട് കൂട്ടായ്മയിൽ വന്നില്ല. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം സാത്താൻ സേവക്കാരുടെ കൂടെ ആരാധിക്കുന്നുവെന്ന് ഈ ദേവദാസന് കേൾക്കേണ്ടയായി. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, അതെന്താ ഈ സാത്താൻ സേവ, അതൊന്ന് പോയി കണ്ടിട്ട് അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് ഉപദേശിക്കാം എന്നായിരിക്കാം പുള്ളി ചിന്തിച്ചത്. എന്തായാലും അദ്ദേഹവും ഈ പിന്മാറിപ്പോയ വ്യക്തിയുടെ കൂടെ അവിടെ പോകാനിടയായി. അതിൻ്റെ ഫലമായിട്ട് ആ വ്യക്തിയും അവരോട് ചേരാനിടയായി എന്നാണ് കേട്ടത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം മനസ്സിൽ ചിന്തിച്ചതുപോലെ അല്ല സംഭവിച്ചത്. അദ്ദേഹവും ആ തെറ്റിലേക്ക് അകപ്പെടുകയില്ല. അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടത്, ഇവിടെ പൗലോസ്ലീഹ ശക്തമായ മുന്നറിയിപ്പ്, നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ പരീക്ഷയിൽ അകപ്പെടാനായിട്ടുള്ള വളരെ സാധ്യതകളുണ്ട്, വളരെയധികം. നമുക്കതിനെ അറിയാം. സാത്താന്യ സേവക്കാരെന്ന് പറയുമ്പോൾ പിന്നെ അവിടെ പോയിട്ട് അതൊന്ന് കണ്ടിട്ട് പഠിപ്പിക്കുക എന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടോ? അതെത്രയോ മണ്ടത്തരമായിപ്പോയി. അപ്പോൾ പല കാര്യങ്ങളും ആത്മീയരെന്ന് പറയുന്നവരും പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് വീണ്ടും വണ്ണം വിവേചിക്കുന്നില്ല, അല്ലെങ്കിൽ ആത്മാവിൻ്റെ സ്വരം കേൾക്കുന്നില്ല, ദൈവവചനം അനുശാസിക്കുന്നതിനെ നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. അപ്പോൾ ഓരോ ആത്മീയരും എത്രമാത്രം ആത്മാവിനെ അനുസരിക്കാനും ആ വചനം എന്ത് പറയുന്നോ അത് അനുസരിക്കാനും കടപ്പെട്ടവരാണ്. അപ്പോൾ നമ്മൾ ബൈബിളിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള അനേകർ സഭയിൽ അല്ലെങ്കിൽ കൂട്ടായ്മ വിട്ടുപോകാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. നമ്മൾ പിന്നെ അതിനുള്ള ചില മുന്നറിയിപ്പുകൾ ചില വാക്യങ്ങളിൽ തരുമ്പോൾ ഇവിടെ തന്നെ നമുക്കറിയാം. അത് പിന്നെ ഗലാത്യർ 5:1 വായിക്കുന്നുണ്ട്, സ്വാതന്ത്ര്യമായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അപ്പം അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അപ്പോൾ പിന്നെയും കുടുങ്ങിപ്പോകാമെന്നാണ് പറഞ്ഞത് സാരം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അവിടെ തന്നെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ പിന്നെ ഗലാത്യ സഭയിലും അനേക യഹൂദ വിശ്വാസികൾ കടന്നു വന്നിട്ട് അവർ പഠിപ്പിച്ച ആ പഠനങ്ങൾ നിമിത്തം പലരും തെറ്റിപ്പോകാനിടയായി. അത് അതിൻ്റെ 4-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്. 5:4 അവിടെ വായിക്കുന്നത്, ന്യായപ്രമാണത്താൽ നീതിയിരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി, നിങ്ങൾ കൃപയിൽ നിന്നും വീണുപോയി. കണ്ടോ? അപ്പോൾ അവർ പഠിപ്പിക്കും അത് ക്രിസ്തുവിനുള്ള വിശ്വാസ ലക്ഷ്യക്കാരുണ്ട്, കാര്യമൊക്കെ ശരിയാ. പക്ഷേ നമ്മൾ ന്യായപ്രമാണം കൂടെ പ്രമാണിക്കണം, നിങ്ങൾ പരിച്ഛേദന ഏൽക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഉപദേശങ്ങൾ അങ്ങനെയുള്ള വിശ്വാസികളിൽ അടിച്ചേൽപ്പിച്ച് അവർ കൃപയിൽ നിന്നും വീണുപോകാനായിട്ട് ഇടയാകുന്നു. അതൊക്കെ നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ വീണ്ടും ന്യായപ്രമാണത്തിലേക്ക് മടക്കി കൊണ്ടുപോകുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു കൂട്ടമുണ്ട്. അപ്പോൾ വീഴാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. തിരുവചനം എന്താണ് പറയുന്നത്? നമ്മൾ രക്ഷിക്കപ്പെട്ടത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളല്ല. മാത്രമല്ല, ഇന്ന് നമ്മൾ ന്യായപ്രമാണത്തിനല്ല, കൃപയ്ക്കത്ര അതിന്
എന്ന് നമ്മൾ റോമർ 6:14 വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഒരിക്കലും ന്യായപ്രമാണത്താൽ ആർക്കും നീതീകരിക്കപ്പെടാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമ്മൾ മറ്റുള്ള തത്വജ്ഞാനികളുടെ ആ വശീകരണ വാക്കുകളിൽ കുടുങ്ങി നമുക്കങ്ങനെ വീണുപോകാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ നമ്മൾ തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു മുന്നറിയിപ്പ് 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിലാണ്. അവിടെ പൗലോസ് പറയുന്നത് പിന്നെ ആകയാൽ താൻ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. അപ്പോൾ താൻ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. ഇവിടെയും ഒരു മുന്നറിയിപ്പാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അതിൻ്റെ അർത്ഥം നമ്മൾ ഭയപ്പെട്ട് ജീവിക്കണമെന്നുള്ളതല്ല. നമ്മൾ കർത്താവിൽ തന്നെ ആയിരിക്കണം, എപ്പോഴും കർത്താവിൻ്റെ കൂട്ടായ്മയിലായിരിക്കണം. നമ്മുടെ മനസ്സ് പോലും കർത്താവെങ്കിൽ ഏകാഗ്രമായിരിക്കണം, നമ്മുടെ ഹൃദയം കർത്താവെങ്കിൽ ഏകാഗ്രമായിരിക്കണം. ഈ വിഷയം നമ്മൾ സൂക്ഷിക്കണം. അപ്പം ഇല്ല, ഇന്ന് എനിക്കെല്ലാം അറിയാം, ഞാനങ്ങനെ വീഴുവൊന്നുമില്ല, ഞാനങ്ങനെ ഒരു ശിശുവൊന്നുമല്ല, ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതികളിലൂടെ പതുക്കെ ശത്രു നമ്മളെ ഉപായത്താൽ ചതിക്കാനും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വീഴ്ച വരാനും സാധ്യതയുണ്ടെന്നാണ് ഇവിടെ പൗലോസ് പറയുന്നത്. അത് നമ്മൾ ആത്മീയ ഗോളത്തിലേക്ക് നോക്കുമ്പോൾ അനേകരുടെ ജീവിതത്തിൽ നമുക്കത് കാണാൻ കഴിയും. ഞാൻ ചില ഉദാഹരണങ്ങൾ നിങ്ങളോട് പറയാം. നമുക്കറിയാം, പൗലോസുകാരുടെ കൂടെ തന്നെ സഞ്ചരിച്ച ദേമാസ് എന്ന് പറയുന്ന ഒരു വിശ്വാസി, അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ 2 തിമോത്തിയോസ് 4-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസലോനിക്കയിലേക്ക് പോയി കണ്ടോ. അപ്പം ദേമാസ് വളരെ നാളുകളായി പൗലോസിന്റെ കൂടെ സഞ്ചരിച്ചയാളാണ്. മറ്റ് പല സഭകൾക്കും ഇവിടെ നമ്മൾ ചിന്തിച്ചാൽ കൊളോസ്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ്യ ദേമാസിന്റെ കാര്യം എടുത്ത് പറയുന്നുണ്ട്. കൊളോസ്യറിന്റെ 4:14 വാക്യം വായിക്കുമ്പോഴത്തേക്കും പറയുന്നത്, വൈദ്യനായ പ്രിയ ലൂക്കോസും ദേമാസും നിങ്ങളെ വന്ദനം ചൊല്ലുന്നു ഉണ്ടോ. അപ്പോൾ കൊളോസ്യ സഭയ്ക്ക് ലേഖനം എഴുതുന്ന സമയത്തൊക്കെ പൗലോസിന്റെ കൂടെ ദേമാസ് ഉണ്ടായിരുന്നു. അതേ ദേമാസിനെ കുറിച്ച് ഫിലമോൻ ലേഖനം എഴുതുമ്പോൾ ഫിലമോന്റെ ലേഖനത്തിലും പൗലോസ്യ ഈ കാര്യം എടുത്തു പറയുന്നുണ്ട്. ഫിലമോന്റെ ലേഖനത്തിൽ എഴുതുമ്പോൾ 5:24 വാക്യം, എൻ്റെ കൂട്ടുവേലക്കാരനായ മർക്കോസും അരിസ്തർഗോസും ദേമാസും ലുക്യോസും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. അപ്പോൾ അവിടെയും ദേമാസുണ്ട്. അപ്പോൾ ഫിലമോന് ലേഖനം എഴുതുമ്പോൾ ആ സമയത്ത് വരെയും എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പൗലോസ്യരുടെ ശുശ്രൂഷയുടെ ഏകദേശം അവസാന ഭാഗം വരെയൊക്കെ ദേമാസ് കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ലാസ്റ്റ് ലേഖനം എഴുതുന്നത്, ലാസ്റ്റ് ലേഖനം നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, 2 തിമോത്തിയാണ്. അപ്പം ആ ലേഖനം എഴുതുമ്പോൾ പൗലോസ് ദേമാസിനെ കുറിച്ച് പറയുന്നത്, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസലോനിക്കയിലേക്ക് പോയി. അപ്പോൾ കർത്താവിനെ സ്നേഹിച്ചിരുന്ന ദേമാസ് ഇവിടെ ഇതാ ലോകത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ മാറി. വീണുപോയില്ലേ? വീണുപോയി. കാരണം നമ്മൾ അറിയാം, ലോകത്തെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ആ ദൈവസ്നേഹത്തിന് എത്രമാത്രം നഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ തെളിവാണ്. കാരണം യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യം പറയുന്നത് എന്തുവാ? ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല ഉണ്ടോ. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും ഈ ദേമാസ് അന്യപ്പെട്ടു പോയി. അതേ കാര്യം തന്നെ യാക്കോബിന്റെ ലേഖനത്തിലും യാക്കോബ് പറയുന്നുണ്ടല്ലോ. യാക്കോബ് 4:4, വ്യഭിചാരിണികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു, അതൊരു വ്യഭിചാരമാണെന്നാണ് യാക്കോബ് പറയുന്നത്. നോക്കണമേ, എത്ര ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പ്രിയമുള്ളവരെ. അപ്പോൾ ഒരു വ്യക്തി തെറ്റിപ്പോകാനായിട്ട് വീണുപോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും കർത്താവിന് നമ്മൾ കീഴടങ്ങിയിരിക്കണം,
അവൻ്റെ ബലമുള്ള കരുത്തിന് കീഴടങ്ങിയിരിക്കണം. അത് നമ്മുടെ കർത്തവ്യമാണ്. അപ്പം പല നിലകളിൽ വഞ്ചിക്കപ്പെടാം. നോക്കണേ, അപ്പോൾ ഇവിടെ ഇത് ദേമാസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമാണെങ്കിൽ നമ്മൾ 2 തിമോത്തിയോസ് തന്നെ 1-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ 2 തിമോത്തിയോസ് 1:15 പൗലോസ് പറയുന്നത്, ആസ്യക്കാർ എല്ലാവരും എന്നെ വിട്ടുപോയി കളഞ്ഞു എന്ന് നീ അറിയുന്നുവല്ലോ. ഫുഗലോസും ഹെർമേഗനോസും ആ കൂട്ടത്തിലുള്ളവരായിരുന്നു. 2 പേരുടെ പേര് പ്രത്യേകം എടുത്തു പറയുക. ആരൊക്കെയാണ്? ഫുഗലോസും ഹെർമോഗനേസും. നോക്കുക, ഇവർ 2 പേരും പ്രത്യേകം പേരെടുത്ത് പറയുക. ആസ്യക്കാർ എല്ലാവരും വിട്ടുപോയി. ഇവരതിനകത്ത് ഏതാണ്ട് പ്രധാനികളായിരുന്നു. അവർ വളരെ ശ്രേഷ്ഠരായിരുന്നു, എടുത്തു പറയത്തക്ക പേരുള്ളവരായിരുന്നു. അവരെല്ലാം വിട്ടുപോയെന്നാണ് പറഞ്ഞു. അപ്പോൾ ആൾക്കാരിൽ വീഴ്ചകൾ ഭവിക്കാം. അന്നും ഇന്നും ഇങ്ങനെയുള്ളവരെ നമുക്ക് കാണാൻ കഴിയും. എത്ര നല്ല ആത്മീയ കൂട്ടായ്മ ലഭിച്ചാലും എന്തെങ്കിലുമൊക്കെ ദോഷം പറഞ്ഞ് വിട്ടുപോകുന്നവർക്കാണ്. ഇവരുടെ ഇത് ശത്രുവിൻ്റെ ഒരു വഞ്ചനയാണ്. അപ്പം ആസ്യക്കാരെക്കുറിച്ച് പൗലോസ് ആസ്യയിൽ ഏകദേശം 2 വർഷം പാർത്ത് അവിടെ സുവിശേഷം അറിയിച്ച വിഷയമൊക്കെ നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ കാണാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിലാണ്. അത് 2 സംവത്സരത്തോളം നടക്കിയാൽ ആസ്യയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിൻ്റെ വചനം കേൾപ്പാൻ ഇടയായി. അപ്പോൾ അങ്ങനെ വചനം കേട്ട് വിശ്വാസത്തിലേക്ക് വന്നവരെ വീണ്ടും അവിടെ ശക്തമായിട്ടുള്ള യഹൂദ മത ആചാരന്മാരുടെ പ്രവർത്തനപരമായിട്ട് അവർ വീണ്ടും തെറ്റിപ്പോകാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഏതെല്ലാം രീതിയിലാണ് ലോക സ്നേഹത്തിലേക്ക് പോകുന്നു, ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥയിലേക്ക് പോകുന്നു, മതത്തിൻ്റെ ചട്ടക്കൂടിൻ്റെ ആ ഉപദേശങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുമ്പോൾ പലരും തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയും. പിന്നെയും 2 തിമോത്തി 2-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഹൂമനിയോസും ഫിലത്തോസും അവരുടെ കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ സത്യം വിട്ട് തെറ്റി പുനരുദ്ധാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ചു കളയുന്നു. ഉണ്ടോ? ഇത് വേറൊരു ഗ്രൂപ്പാണ്. അപ്പോൾ എത്രയോ പേര് നല്ല രക്ഷാനുഭവത്തിലേക്ക് വന്നിട്ട് വീണ്ടും കർത്താവ് വന്നു പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള തെറ്റായ ഉപദേശങ്ങൾ പ്രചരിപ്പിക്കുന്നവരായി മാറുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുക, മാതാ യെരൂശലേം, പിന്നെ യഹോവ വിറ്റ്നസ്, ഒൺലി ജീസസ്, 7th ഡേ, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മനുഷ്യരെ വച്ചിക്കുന്നത്. സത്യസുവിശേഷം എന്താണെന്ന് അവർക്കറിയില്ല. ക്രിസ്തുവിലായിരിക്കുക എന്നുള്ളത് എന്താണെന്ന് അറിഞ്ഞുകൂടാ. യഥാർത്ഥ വീണ്ടുജന്മ അനുഭവമില്ലാത്തവർക്ക് വരുന്ന ഒരു കുഴപ്പമാണ്. അപ്പോൾ അല്ല, അങ്ങനെ കർത്താവിലായ ശേഷവും ആത്മീയമായിട്ട് സമയാനുസരണം വളർച്ച പ്രാപിക്കുന്നില്ല എങ്കിൽ ഇങ്ങനെയുള്ള വീഴ്ചകൾ സംഭവിക്കാം. അപ്പോൾ ഇങ്ങനെ ചിലരെയൊക്കെ എടുത്തു പറഞ്ഞിരിക്കുക. അതേ കാര്യം 1 തിമോത്തിയോസ് 1-ാം അധ്യായം അതിൻ്റെ 19-ഉം 20-ഉം വാക്യം വായിക്കുമ്പോൾ അവിടെയും വായിക്കുന്നത്, ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞു, അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. ഹുമനിയോസും അലസന്തറും ഈ കൂട്ടത്തിലുള്ളവർ ആകുന്നു. അപ്പോൾ നോക്കുക, അവരെ കുറിച്ച് പറയുന്നത് എത്ര അത്ഭുതം അല്ലേ. 2 പേരുടെ പേരെടുത്ത് പറയുക. നമ്മൾ ചിന്തിക്കണം. ചിലർ പറയും അങ്ങനെ തെറ്റിപ്പോകുന്നവരുടെയൊക്കെ പേരെടുത്ത് പറയരുത്. അങ്ങനെ പറയാറുള്ള സഹോദരന്മാരും പലരും തെറ്റിപ്പോയി. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഇവിടെ നാസിക്കിൽ തന്നെ എനിക്കുണ്ട്. ഞാനിപ്പോൾ അവരുടെ ആരും പേരെടുക്കുന്നില്ല, അവരുടെ ആഗ്രഹമല്ലേ. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഇന്ന് അനേക നിലകളിൽ തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുക. അവർക്ക് ആ തെറ്റിനെക്കുറിച്ച് ഉള്ള ഒരു ബോധം ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇന്ന് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ആത്മീയമായ നിലവാരം പുലർത്തുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമുക്ക് ഇങ്ങനെയുള്ള തെറ്റിപ്പോകുന്നവരെ നമുക്ക് സമയത്ത് ഉണർത്തി അവരെ ക്രിസ്തുവിന് വേണ്ടി നേടുവാനായിട്ട് കഴിയുന്നുണ്ടോ? സമയത്ത് നമ്മൾ ഇടപെട്ടാൽ അനേകരെ നമുക്ക് ആ വീഴ്ചയിൽ നിന്നും രക്ഷിക്കുവാനായിട്ട് കഴിയും. ഇത് നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള സഹോദരന്മാരെ ഇന്ന് പലരും പരസ്പരം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ആത്മീയ കാര്യങ്ങളിൽ അങ്ങനെയുള്ള നല്ല കാഴ്ചപ്പാടുള്ളവർ വളരെ കുറവാണ്. നമുക്കറിയാം നമ്മൾ ഏത് കാലത്ത് എത്തിയിരിക്കുന്നു.
കർത്താവിൻ്റെ വരവിൻ്റെ ഏറ്റവും ആസന്നമായ സമയത്താണ്. അതുകൊണ്ട് തന്നെ വിശ്വാസത്യാഗം എന്നുള്ള കാര്യം ശക്തമായിട്ട് സംഭവിക്കും. അത് മുന്നറിയിപ്പുണ്ട്. അപ്പോൾ നമ്മൾ 1 തിമോത്തിയോസ് 4-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. നോക്കണമേ, അപ്പോൾ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അത് ഇന്നത്തെ കാലം ആ കാലമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ വളരെ വ്യക്തമായും പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിക്കണ്ടേ. അനേകർക്ക് വിശ്വാസം ത്യജിക്കും, വിശ്വാസത്യാഗികളായിട്ട് മാറും. അതേ ലേഖനത്തിൽ തന്നെ അതിൻ്റെ 5:15 1 തിമോത്തിയോസ് 5-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, ഇപ്പോൾ തന്നെ ചിലർ സാത്താൻ്റെ പിന്നാലെ പോയല്ലോ ഉണ്ടോ. അപ്പോൾ പൗലോസ്ലിഹായുടെ കാലത്തിൽ തന്നെ അനേകർ സാത്താൻ്റെ പിന്നാലെ പോയി. നമ്മൾ ചിന്തിക്കുക, ഇത്രയും നല്ല ആത്മീയ ദർശനമുള്ള, ആത്മനിറവുള്ള, ആത്മീയ പരിജ്ഞാനമുള്ള ആ ദൈവദാസൻ പറയുകയാണ്, ഇപ്പോൾ തന്നെ ചിലർ പിശാചിൻ്റെ പിന്നാലെ പോയി. അപ്പോൾ ഇനി അവരെ മടക്കി കൊണ്ടുപോരാൻ കഴിയാത്തൊരു അവസ്ഥയിലേക്ക് അവർ മാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. എത്ര ഭയങ്കരമായല്ലേ ദൈവമക്കളെ. ഞാൻ ഈ വിഷയത്തിൽ ഒരു മുന്നറിയിപ്പ് എന്ന പോലെ പറയട്ടെ. നമ്മളൊരു കൂട്ടായ്മ കൂടുമ്പോൾ നമ്മളെല്ലാവരും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവമാണ്. നമ്മളെല്ലാവരും ഒരു പിതാവിൻ്റെ മക്കളാണ്. നമ്മളെല്ലാവരും ഒരേ ലക്ഷ്യത്തിൽ യാത്ര ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മളോട് കൂടെയുള്ള കൂട്ടു സഹോദരന്മാരിൽ ബലഹീനരുണ്ടെങ്കിൽ, അവരുടെ ഓട്ടം ശരിയായി കാണുന്നില്ല എങ്കിൽ നമ്മൾ വളരെ സൂക്ഷിക്കണം. കാരണം വിശ്വാസത്യാഗം എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിൽ ആരംഭിക്കുന്ന ഒരു കാര്യമാണ്. അത് അങ്ങനെയുള്ളവരെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്ന് ചോദിച്ചാൽ, സദൃശ്യവാക്യം അതിൻ്റെ 14-ാം അധ്യായം 14-ാം വാക്യം വളരെ വ്യക്തമായും പറയുന്നുണ്ട്, ഹൃദയത്തിൽ വിശ്വാസത്യാഗമുള്ളവന് തൻ്റെ നടപ്പിൽ മടുപ്പ് വരും. അപ്പോൾ ഇവിടെ എവിടെയാണ് വിശ്വാസത്യാഗം ഉണ്ടാകുന്നത്? ഹൃദയത്തിൽ. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഹൃദയത്തിൽ വിശ്വാസത്യാഗമുള്ളവൻ്റെ ആ ഹൃദയത്തിലെ അവസ്ഥ നമുക്ക് പുറമേ നിന്ന് കാണാൻ പറ്റുമോ? എന്നാൽ ഒരു ആത്മീയന് മനസ്സിലാക്കാൻ പറ്റും. അവൻ്റെ കൂട്ടായ്മയ്ക്കുള്ള എരിവ്, ആ ദാഹം, അത് ഇല്ലാതായിക്കൊണ്ടിരിക്കും. വല്ലപ്പോഴൊക്കെ ഒന്നും മുഖം കാണിച്ചു പോകും. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമില്ല. ഇങ്ങനെയുള്ളവരെ നമ്മൾ സൂക്ഷിക്കണം. അവർ വിശ്വാസത്യാഗികളായി അവർ നഷ്ടപ്പെടാൻ പോവുകയാണ്. അങ്ങനെയുള്ളവരെ ഉണർത്തുവാൻ ആത്മീയരായിട്ടുള്ളവരെ ഉത്സാഹിക്കണം നമ്മൾ ആവോളും. കാരണം ഇന്നത്തെ ആത്മീയ കോളത്തിൽ ഇങ്ങനെയുള്ള അനുഭവത്തിലൂടെ പോകുന്നവർ ചിലർ വെറും ഞായറാഴ്ച മാത്രം വന്ന് കൂട്ടായ്മ വന്ന് കർത്തൃമേശയുണ്ടെന്നുള്ള പേരിൽ അതും എടുത്തു പോയാൽ അങ്ങനെ ഓക്കെ ആയിക്കോളുമെന്ന് ചിന്തിക്കുന്ന, ആത്മീയ കൂട്ടായ്മകൾക്ക് പ്രാധാന്യം കൊടുക്കാത്ത അനേകരുണ്ട്. അവരെല്ലാം ഒരു പരിധിവരെ അവർ ഉള്ളിൽ വിശ്വാസത്യാഗികളാണ്. അപ്പോൾ അവർക്ക് കൂട്ടായ്മയുടെ ഗൗരവം മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല. അവരെ ആ നിലയിൽ ശത്രു അന്തരാക്കിയിരിക്കുക. എന്നിട്ട് അവർ എന്തെങ്കിലുമൊക്കെ ബഹാന, എന്തെങ്കിലുമൊക്കെ ഒഴിവൊഴിവുകൾ, മുട്ടായുക്തികൾ ഒക്കെ പറഞ്ഞ് അവരെ നീതീകരിക്കാൻ ശ്രമിക്കും. നമ്മൾ അവരോടും സൗമ്യയുടെ ആത്മാവിൽ, ദൈവസ്നേഹത്തിൽ, കൂട്ടായ്മയുടെ മഹാത്മ്യം, അതിൻ്റെ ഗൗരവം പറഞ്ഞു കൊടുക്കണം. അത് അത്യാവശ്യമായ കാര്യമാണ്. അത് സഭയിൽ അങ്ങനെയുള്ള ആത്മീയർ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവരെ കൊണ്ട് ദൈവത്തിന് വലിയ പ്രയോജനമുണ്ട്. അപ്പോൾ നമ്മളൊരു ആത്മീയനാണെങ്കിൽ അങ്ങനെയുള്ളവരെയും നമുക്ക് കർത്താവിന് വേണ്ടി നേടുവാനും അവരും കർത്താവിന് പ്രയോജനമുള്ളവരായി തീരുവാനും ഇടയായിത്തീരും. യിരെമ്യാ പ്രവചനം അതിൻ്റെ 14-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഒരു മുന്നറിയിപ്പ് എന്ന പോലെ, യഹോവ ഞങ്ങളുടെ അകൃത്യങ്ങൾ, യഹോവേ ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങൾക്ക് വിരോധമായി സാക്ഷീകരിക്കുന്നു. എങ്കിൽ നിന്റെ നാമനിമിത്തം പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ പിന്മാറ്റങ്ങൾ വളരെയാകുന്നു. ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. കണ്ടോ, ഇത് അങ്ങനെയുള്ള വ്യക്തികൾക്ക് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച് അവരെ മാനസാന്തരത്തിലേക്ക് നടത്തുമ്പോൾ പറയേണ്ട ഒരു വാക്യമായിട്ട് ഇവിടെ ദൈവാത്മാവ് നമുക്ക് രേഖപ്പെടുത്തി തന്നിരിക്കുക. എന്താണ് പറയേണ്ടത്?
അവിടെ പറയേണ്ടത്, യഹോവേ, ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങൾക്ക് വിരോധമായി സാക്ഷീകരിക്കുന്നു എങ്കിൽ നിന്റെ നാമനിമിത്തം പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ പിന്മാറ്റങ്ങൾ വളരെയാകുന്നു, ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് അവർ ഏറ്റു പറഞ്ഞ് സമ്മതിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദൈവം അവർക്കൊരു മാനസാന്തരത്തിന് അവസരം കൊടുക്കുക മാത്രമല്ല, അവരുടെ പിന്മാറ്റത്തെ ദൈവം സൗഖ്യമാക്കും. അത് നമ്മൾ 106 സങ്കീർത്തനം അതിൻ്റെ 43 വാക്യം, 106 സങ്കീർത്തനം അതിൻ്റെ 106:43 അതിൻ്റെ അവസാന ഭാഗം, തങ്ങളുടെ അകൃത്യ നിമിത്തം അധോഗതി പ്രാപിച്ചു. അപ്പോൾ അവരുടെ തെറ്റുകൾ, പാപം നിമിത്തം അവർക്ക് ആത്മീയ ഉന്നതി പ്രാപിക്കാൻ കഴിഞ്ഞില്ല. ഇത് അവരെ കൊണ്ട് ഗ്രഹിപ്പിച്ച് അവർക്ക് അനുതാപത്തിലേക്ക് നടത്തുവാനായിട്ട് ഒരു ആത്മീയന് കഴിയണം. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പം അവർ ആത്മീയമായിട്ട് വളരേണ്ട സ്ഥലത്ത് അവർ വളർന്നില്ല, അധോഗതി പ്രാപിക്കുകയത്, അവർ നിലം പരിശാകുകയത്, താഴേക്ക് പോകുകയത്. ആ കാര്യം അവരെ പറഞ്ഞ് ഉണർത്തണം. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും ഒരു രീതിയിലും കർത്താവിനോടുള്ള തീഷ്ണതയിൽ, എരിവിൽ വീഴ്ച ഭവിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ വരാതിരിക്കുവാൻ നമ്മൾ സൂക്ഷിക്കണം. പാപത്തിൽ നിന്നും, പാപത്തോട് എപ്പോഴും വെറുപ്പുള്ള ഒരു മനോഭാവം നമുക്കുണ്ടായിരിക്കണം. ഒരു ചെറിയ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള, അല്ലെങ്കിൽ ഈ ഉത്സാഹമില്ലാത്ത ആത്മീയമായിട്ട് മന്ദതയിലായിരിക്കുന്നവരോട് ഒരു ചെറിയ ഒരു മുന്നറിയിപ്പിൻ്റെ ഒരു വചനം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. വളരെ ഗൗരവമുള്ള കാര്യമാണ്. നമ്മളിതൊക്കെ വളരെ ശ്രദ്ധ വെച്ച് കേൾക്കേണ്ടതും പഠിക്കേണ്ടതുമായ കാര്യമാണ്. എബ്രായ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 14 വരെ വായിക്കുമ്പോൾ, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്നെന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചു കൊള്ളുവിൻ. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. കണ്ടോ? അപ്പോൾ വളരെ ശക്തമായ ഒരു മുന്നറിയിപ്പാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ ആദ്യ വിശ്വാസം തള്ളിക്കളഞ്ഞ ഒരു അനുഭവം നമുക്കുണ്ടോ? ഇന്ന് നമ്മൾ വിശ്വാസ ജീവിതത്തിൽ എങ്ങനെ ഇരിക്കുന്നു? നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഞാനൊരു യഥാർത്ഥമായിട്ടും ഒരു ആത്മീയനാണെന്ന് ആത്മാർത്ഥതയോട് നമുക്ക് പറയാൻ കഴിയുമോ? നമ്മളെ തന്നെ പരീക്ഷിച്ചിട്ട്, നിങ്ങളെ തന്നെ പരീക്ഷിപ്പിക്കുന്നല്ലേ വചനം പറയുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇന്നും നമുക്ക് ലോകമാണോ പ്രാധാന്യമുള്ളത്, അതോ ദൈവത്തിനാണോ? എല്ലാ ദിവസവും നമുക്ക് തിരഞ്ഞെടുപ്പുണ്ട്. നമ്മുടെ തിരഞ്ഞെടുപ്പാണ് നമ്മളെ യഥാർത്ഥത്തിൽ ഇയാളെയാക്കി മാറ്റുന്നത്. നമ്മൾ തെറ്റായ നിലയിലുള്ള തിരഞ്ഞെടുപ്പ് നടത്തിയാൽ നമ്മൾ എന്നേക്കുമായും കർത്താവിൽ നിന്നും അകന്നു പോകാനിടയായി തീരും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. ആത്മീയ കാര്യങ്ങൾക്ക് 1-ാം സ്ഥാനം കൊടുക്കുവാൻ, കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ കർത്തൃത്വം നൽകിക്കൊണ്ട് 1-ാം സ്ഥാനം നൽകിക്കൊണ്ട് കർത്താവിനെ സേവിപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മൾ പരിശോധിക്കണം. ആരും ഹൃദയം കഠിനമാകാൻ സമ്മതിക്കില്ല. വളരെ ഈ കാര്യത്തിൽ ഉത്സുകരായിരിക്കുക. ആത്മീയരാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെയും കരുതാനും അവരെയും ക്രിസ്തുവിലേക്ക് നേടുവാൻ പ്രോത്സാഹിപ്പിക്കാൻ കഴിയണം. അങ്ങനെയുള്ളവരെ ദൈവം കൂടുതൽ ആദരിക്കാൻ ആ നാളിൽ ഇടയാക്കും. അതുകൊണ്ട് അന്ന് ദൈവത്തിൽ നിന്നും പ്രശംസ പ്രാപിക്കത്തക്ക നിലയിൽ ഇയാളെയായിട്ട് ജീവിപ്പാൻ, ഒരു നല്ല ആത്മീയം നയിപ്പാൻ ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും കർത്താവ് ഇടയാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സന്ദേശം ഞാനിവിടെ നിർത്തുന്നു. കർത്താവിന് എല്ലാ മഹത്വം അർപ്പിക്കുന്നു. ആമേൻ.